നമസ്കാരം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട്, നമുക്കൊന്നിനും കഴിയില്ല, നമ്മളൊന്നിനും കൊള്ളില്ല എന്ന്. മറ്റുള്ളവർ മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ ശബ്ദം പോലും ഇത് പറയാറുണ്ട്. എന്നാൽ സത്യത്തിൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണോ? അതോ നമ്മുടെ യഥാർത്ഥ മൂല്യം നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതാണോ? ലോകം കണ്ട ഏറ്റവും വലിയ കലാകാരന്മാരിൽ ഒരാളായ മൈക്കൽ ആഞ്ചലോയുടെ ജീവിതത്തിലെ ഒരു കഥയ്ക്ക് ഇതിന് കൃത്യമായ മറുപടി പറയാൻ കഴിയും. 16-ാം നൂറ്റാണ്ടിലെ ഇറ്റലി ഫ്ലോറൻസിലെ ഒരു വലിയ പള്ളി പണിയുന്ന സ്ഥലം. അവിടെ ശില്പികൾക്ക് കൊത്താനായി വലിയ മാർബിൾ കല്ലുകൾ എത്തിച്ചിരുന്നു. ആ കൂട്ടത്തിൽ വളരെ വലിപ്പമുള്ള എന്നാൽ വിരൂപമായ ഒരു മാർബിൾ കല്ലുണ്ടായിരുന്നു. പല പ്രശസ്ത ശില്പികളും ആ കല്ലിനെ വന്ന് പരിശോധിച്ചു. പക്ഷേ അതിൽ ഒരു വശത്ത് വലിയൊരു വിള്ളലുണ്ടായിരുന്നു. അതിൻ്റെ ആകൃതി ഒട്ടും ശരിയല്ലായിരുന്നു. ഇത് ഒന്നിനും കൊള്ളില്ല, ഒരു ശില്പമുണ്ടാക്കാൻ ഈ കല്ല് യോഗ്യമല്ല എന്ന് പറഞ്ഞ് എല്ലാവരും ആ കല്ലിനെ ഉപേക്ഷിച്ചു. അങ്ങനെ വർഷങ്ങളോളം ആ കല്ല് വെയിലും മഴയുമേറ്റ് ആരും ശ്രദ്ധിക്കാതെ ഒരു മൂലയിൽ കിടന്നു. അവിടെയാണ് മൈക്കൽ ആഞ്ചലോ എത്തുന്നത്. എല്ലാവരും പാഴ്വസ്തു എന്ന് വിളിച്ച് തള്ളിക്കളഞ്ഞ ആ കല്ലിനു മുന്നിൽ അദ്ദേഹം നിന്നു. മറ്റുള്ളവർ കണ്ടത് ആ കല്ലിലെ വിള്ളലുകളും വൈരൂപ്യവുമാണെങ്കിൽ മൈക്കൽ ആഞ്ചലോ കണ്ടത് മറ്റൊന്നായിരുന്നു. അദ്ദേഹം ആ കല്ല് തൻ്റെ പണിശാലയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അടുത്ത 2 വർഷം അദ്ദേഹം ആ പണിശാലയ്ക്കുള്ളിലായിരുന്നു. പുറം ലോകം കാണാതെ വിശ്രമമില്ലാതെ ആ കല്ലിന്മേൽ അദ്ദേഹം ഉളിയും ചുറ്റികയും കൊണ്ട് പണിയെടുത്തു. ആളുകൾ പരിഹസിച്ചു. ആ ചീത്തക്കല്ല് വെച്ച് ഇയാൾ എന്തു ചെയ്യാനാണ് എന്നവർ ചോദിച്ചു. ഒടുവിൽ ആ പണിശാലയുടെ വാതിൽ തുറന്നു. അവിടെ കണ്ട കാഴ്ച ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു. മറ്റുള്ളവർ ഉപേക്ഷിച്ച ആ വിരൂപമായ കല്ലിൽ നിന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഡേവിഡ് എന്ന ശില്പം അദ്ദേഹം കൊത്തിയെടുത്തിരുന്നു. ആ ശില്പത്തിൻ്റെ കൃത്യവും ഭംഗിയും കണ്ട് ആളുകൾ അമ്പരന്നുപോയി. അവർ മൈക്കൽ ആഞ്ചലോയോട് ചോദിച്ചു, ഇത്രയും മോശമായ ഒരു കല്ലിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ദിവ്യമായ ഒരു രൂപം പുറത്തെടുത്തത്? അദ്ദേഹം നൽകിയ മറുപടി ഇന്നും ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആ ശില്പം ആ കല്ലിനുള്ളിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ മാലാഖയെ ആ കല്ലിനുള്ളിൽ ഞാൻ കണ്ടു. ആ രൂപത്തെ മൂടിയിരുന്ന ആവശ്യമില്ലാത്ത കഷ്ണങ്ങൾ ഞാൻ ഉളി കൊണ്ട് മാറ്റിക്കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ആ രൂപം സ്വതന്ത്രമായി പുറത്തു വന്നു. നമ്മുടെ ജീവിതവും ഈ മാർബിൾ കല്ല് പോലെയാണെന്നേ. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ വിജയിയുണ്ട്, മനോഹരമായൊരു വ്യക്തിത്വമുണ്ട്. എന്നാൽ അതിനെ മൂടിക്കൊണ്ട് പേടി, അലസത, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ, ആത്മവിശ്വാസമില്ലായ്മ എന്നിങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. നമ്മൾ പുതിയതായി ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. നമ്മുടെ ഉള്ളിലെ ആ നെഗറ്റീവ് ചിന്തകളെയും മോശമായ ശീലങ്ങളെയും ഉളികൊണ്ട് ചെത്തി മാറ്റിയാൽ മതി. അപ്പോൾ നിങ്ങളിലെ ആ ശില്പം പുറത്തു വരും. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ ഓർക്കുക, അവർ ആ കാണുന്ന പുറമേയുള്ള ആ വിരൂപമായ കല്ലിനെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡേവിഡ് ഒളിച്ചിരിപ്പുണ്ടെന്നേ. ആ ശില്പത്തെ പുറത്തെടുക്കാനുള്ള ഉളി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ആ ഉളിയുടെ പേരാണ് പരിശ്രമം. സ്വയം വിശ്വസിക്കുക, നിങ്ങളുടെ മൂല്യം ലോകം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. സ്വയം വിശ്വസിക്കുക, നിങ്ങളുടെ മൂല്യം ലോകം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. നന്ദി, നമസ്കാരം.